ജുവല്ലറി തുടങ്ങുന്ന സമയത്ത് ഈ 1 ഗ്രാമിലേക്ക് പോകുന്ന സമയത്ത് ഞാനും ചോദിച്ചു, എന്തിനാ നല്ല ഗോൾഡ് ജുവല്ലറിയുടെ ബിസിനസ് ഉള്ളപ്പോ അതെ നമ്മളിങ്ങനെ ഒരു ഇമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഫീൽഡിലേക്ക് എന്തിനാ എന്തിനാണ്? പോകുന്നത്? കാരണം നമുക്ക് അന്നൊക്കെ അതിന്റെ അത് ആവശ്യമുണ്ടോ? തുടക്കമല്ലേ, നമ്മൾ കാരണം അങ്ങനെ ഇതിന് കേട്ടിട്ടും ബിസിനസ്സും കൂടിയില്ല ഉണ്ട്. അധികം. പക്ഷെ പ്രാസന്റിന് അതിന്റെ എന്താ പറയാ, നമുക്ക് അത്രയും അതിനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ല. ആള് അവിടെ ചിന്തിച്ച് തോട്ട് പ്രോസസ്സ് യുണീക്ക്, സംതിങ് സ്പെഷ്യൽ, സംതിങ് യുണീക്ക്. പിന്നെ അതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് ഈ ഒരുപാട് കസ്റ്റമേഴ്സ് ഷോപ്പിൽ വന്നിട്ട് മാല ഇഷ്ടപ്പെട്ടു അതെടുത്തേന്നൊക്കെ പറഞ്ഞ് എടുക്കുമ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ ഇത് എത്ര പവനാവോ, അപ്പോൾ ഇത് 4 പവനുണ്ടോ, അയ്യോ എനിക്ക് അത്രയും ബഡ്ജറ്റില്ല, ഒരു 2 പവൻ വാങ്ങാനുള്ളതുള്ളൂ, അല്ലെങ്കിൽ 1 പവൻ വാങ്ങാനുള്ളതുള്ളൂ. അപ്പോൾ അവർ ഒരു ആഭരണം ഇഷ്ടപ്പെട്ടിട്ട് അത് വാങ്ങാൻ പറ്റാതെ കുറഞ്ഞ വിലയിലുള്ള ഒരു ഓർണമെന്റ് വാങ്ങിക്കൊണ്ട്, കുറഞ്ഞ തൂക്കത്തിലുള്ള ഒരു ഓർണമെന്റ് വാങ്ങിക്കൊണ്ട് അവര് സാറ്റിസ്ഫൈഡ് ആവാതെ മേടിച്ചിട്ട് പോകും. ഇല്ല, അങ്ങനെയില്ല. നമ്മളിപ്പോ നല്ല വലിയ ജ്വല്ലറി ഒക്കെ കാണുമ്പോൾ നമുക്ക് വേണമെന്ന് തോന്നും, പക്ഷെ അത്ര സ്വർണത്തിൽ വാങ്ങാൻ ചിലപ്പോൾ നമ്മുടെ പോക്കറ്റിൽ പൈസ കാണില്ല. അപ്പോ പ്രാസന്റ് എന്നും അങ്ങനെ പറയുമായിരുന്നു, ഈ സാധാരണക്കാരുടെ ആഗ്രഹം ഒന്ന് സാധിക്കാൻ എന്ത് ആഭരണം ആഗ്രഹിച്ചാലും അത് അണിയാൻ പറ്റണം. പക്ഷെ ഇങ്ങനെ ഇമിറ്റേഷൻ ആണെന്നൊന്നും തോന്നരുത്, ഒരു കോൺഫിഡൻസോട് കൂടി ഇടാൻ പറ്റണം, നല്ല ക്വാളിറ്റി വേണം. അങ്ങനെ ഒരു ഓർണമെന്റ് വേണമായിരുന്നു എന്ന് എന്നും പറയുമായിരുന്നു. ആ സമയത്താണ് 2 വർഷം നമ്മളിത് പരീക്ഷിച്ചതിന് ശേഷമാണ് ഇത് പുറത്തിറക്കിയത്.